റാം, അശോക് ഈ വീട്ടിൽ നിന്റെ ചേട്ടനാണെങ്കിൽ ഞാൻ നിന്റെ ചേട്ടത്തിയാവില്ലേ? ചേട്ടത്തിയമ്മോന്ന് വെച്ച അമ്മയ്ക്ക് സമമാ. കല്യാണത്തിന്റെ നിന്റെ കാലിൽ വീണ ആശീർവാദമൊക്കെ വാങ്ങേണ്ടി വരും. അതെ 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 അതെ, നിങ്ങളുടെയൊക്കെ ആശീർവാദം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേണേ ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ വേണ്ട, കല്യാണത്തിന് മതി. മതിയല്ലേ? ഓക്കെ, ഒരു സെൽഫി എടുത്താലോ? ആ എടുക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നിൽക്കാം. എന്റെ മോനെ, നമസ്കാരം. നമസ്കാരം മോളെ. ഇരുന്നു. നമസ്കാരം. നമസ്കാരം. ഇരിക്ക്. നമ്മുടെ അപ്പുവിന്റെ കല്യാണത്തിന് നല്ലൊരു ദിവസം നോക്കാൻ പറഞ്ഞിരുന്നു. അടുത്ത് തന്നെ നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ പറയാവോ? ശരി മോളെ, നോക്കട്ടെ. ഈ മാസത്തെ അവസാനത്തെ ആഴ്ച നല്ല മുഹൂർത്തമുണ്ട്. ഓ, വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ? ഈ 3 ദിവസത്തിനുള്ളിലാണെങ്കിൽ നന്നായിരിക്കും. ശരി മോളെ, നോക്കട്ടെ. വരുന്ന മാസം 5, 6 തീയതി നല്ല മുഹൂർത്തമുണ്ട്. അന്ന് പറ്റുമോ? ആ, അന്ന് മതി. അതായത് അന്നല്ലേ നമ്മുടെ ഇന്ദ്രേട്ടന്റെ വാണിച്ചേച്ചിനെ കല്യാണം കഴിഞ്ഞത്. അന്ന് തന്നെ ഓക്കെ ആണല്ലേ? എനിക്കിപ്പോ എന്തായാലും വളരെ വളരെയേറെ സന്തോഷമായി. രാമ, കണ്ടോ എത്ര നല്ല ദിവസമാണ് നിന്റെ സീതരം കല്യാണം നടക്കുന്നതെന്ന്? അതെ ചെറിയ, ഇന്ദ്രന്റെയും വാണിയുടെയും കല്യാണ ദിവസം ഞാൻ മറന്നുപോയെന്നോ? അതെങ്ങനെ സംഭവിച്ചു? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറിയുടെ അന്ന് എന്റെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഡേറ്റ് ഫൈനലൈസ് ചെയ്യല്ലേ? മേമ, യു ആർ ദ ബെസ്റ്റ് മേമ. അച്ഛനമ്മമാരുടെ കല്യാണ ദിവസം തന്നെ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അവരുടെ കല്യാണ വാർഷികത്തിന്റെ അന്ന് ഇവരുടെ കല്യാണം നടക്കരുത്. എന്താ ഇനി എന്താ ചെയ്യാ? നിങ്ങൾ എൻ്റെ രാമൻ എത്ര മോശം മുഹൂർത്തം നോക്കിയാലും മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അവൻ നല്ലതേ ചെയ്യും. രാമൻ്റെ മനസ്സിന് മുമ്പിൽ നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും വരും. എന്റെ അഞ്ചു പ്രേമിക്കുന്നുണ്ടെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 100% സത്യമായി. എന്നാലും ആ ചെറുക്കൻ അത്ര വെടിപ്പല്ല. അവനെ കണ്ടിട്ട് തന്നെ സിനിമയിലെ ഗുണ്ടകളെ പോലെയുണ്ട്. അവനെ എങ്ങനെ ഇവളെ ഇഷ്ടപ്പെട്ടെ? ആദ്യം ഈ കാര്യം പ്രിയയോട് പറയണം. ഇവളെന്തിനാ കോള് കട്ട് ചെയ്യുന്നേ? വിളിച്ചിട്ട് എടുക്കാത്ത എന്താ? ഇവക്കൊന്നും എന്റെ വിഷമം മനസ്സിലാവില്ല. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടേണ്ട കാര്യമൊന്നുമല്ല. എന്റെ അഞ്ചു നല്ല കുട്ടിയാ. അവക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടണം. ഏതെങ്കിലും ഒരു തന്നെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ അവള് യാതന അനുഭവിക്കരുത്. ഒന്ന് ഫോൺ എടുക്ക് പ്രിയ. ഒരു മിനിറ്റ്. എന്താ അമ്മേ? അയ്യോ, നിന്റെ ഫോൺ എവിടെയായിരുന്നു? അമ്മ, ഞങ്ങൾ റാമിന്റെ വീട്ടിലാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നേ. ഗ്യാസ് തീർന്നു പോയോ? വെള്ളം വരുന്നില്ലേ? അതോ അമ്പലത്തിലേക്ക് പോകുന്ന വഴി മാറിപ്പോയോ? അയ്യോ, കാര്യം അതൊന്നും അല്ല. നിങ്ങൾ എപ്പോഴും എങ്ങോട്ടെത്തോ? അവിടെ നിന്ന് ഇറങ്ങിയോ? അമ്മേ, ഇവിടെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിക്കാൻ ജോൾസിനൊക്കെ വന്നിട്ടുണ്ട്. അതാ ഞങ്ങൾ ലേറ്റ് ആവുന്നേ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരാം. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതോ ഇതാണോ കാര്യം? ഒന്നുമില്ല. ശരി ശരി, നിങ്ങൾ വേഗം വാ. ഓക്കെ. അപ്പു, മുഹൂർത്തൊക്കെ കൊള്ളാം മോനെ. പക്ഷേ കുറച്ച് വേഗത്തിലായില്ലേ? പ്രിപ്പറേഷൻസിനൊക്കെ കുറച്ച് സമയം വേണ്ടേ മോനെ? ജോത്സരെ വേറെ ഏതെങ്കിലും മുഹൂർത്തം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാവോ? മേമ, സഹായത്തിന് ഞാനുണ്ടെന്ന് പറഞ്ഞല്ലോ.
പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷനാവുന്നത്? നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യമാണ്. ആ വിശ്വാസം ഞാൻ ഒരിക്കലും കളയില്ല. നിങ്ങൾ എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വാർഷികത്തിന് റാമിൻ്റെയും സീതയുടെയും കല്യാണ മുഹൂർത്തം ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിന്നെ നമ്മൾ മാറ്റുന്നത് എന്തിനാ? ആ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഡോൺ വറി മാം. ചേച്ചി, ഇതേ ഡേറ്റ് തന്നെ മതി, ഇനി മാറ്റാനൊന്നും നിൽക്കണ്ട. ഞാനാണെങ്കിൽ റാമിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എപ്പോഴാ തുടങ്ങുന്നതെന്ന് കരുതി കാത്തിരിക്കുക. അതെ മേമ, യു ഡോണ്ട് ഹാവ് ടു വറി. മേമ എന്ത് തീരുമാനം എടുത്താലും അത് പെർഫെക്റ്റ് ആയിരിക്കും. അവരുടെ കല്യാണ വാർഷികത്തിന് അന്ന് എൻ്റെ സീതനം കല്യാണം നടക്കട്ടെ. അതിനല്ലേ മേമ വീക്കെൻഡ് മതി എന്ന് പറഞ്ഞേ. ജോത്സരെ, ആ ഡേറ്റിന് മുഹൂർത്തം കുറിച്ചോളൂ. ശരി മോനെ. രാമ, നിന്റെ സീതയുടെയും കല്യാണത്തിന് ഇന്ദ്രേട്ടന്റെ വാണിച്ചേച്ചിയുടെ ആശീർവാദം അവരെന്തോ തന്നു കഴിഞ്ഞു എന്നതിന് കല്യാണത്തിന് വേണ്ടി ഫിക്സ് ചെയ്ത ഈ ദിവസം തന്നെ സാക്ഷി. എല്ലാം നന്നായി വരും. താങ്ക് യു സോ മച്ച് റേച്ച. നിങ്ങൾ പറഞ്ഞതുപോലെ ആ ദിവസം നിശ്ചയപ്പെടുത്താം. എന്താ അഭിപ്രായം എന്ന് പറഞ്ഞോളൂ. സിഹി, എല്ലാം കറക്റ്റ് അല്ലേ? ഇപ്പൊ തന്നെ പറയാ, എന്തെങ്കിലും ടൈറ്റോ ലൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോ ഇതും പറഞ്ഞ് വഴക്കാക്കണ്ട നീ. സീതമ്മ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഞാനൊരു ഗുഡ് ഗേൾ അല്ലേ? പോക്കറ്റ് ഇല്ലേ? അതിലിനി ഓരോ വേസ്റ്റും വലിച്ചിട്ടോണ്ട് വരല്ലേ. സീതമ്മ, ഞങ്ങളുടെ സ്കൂളില് വേസ്റ്റ് ഇടാൻ ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ നീ പെൻസിൽ കൂർപ്പിച്ചത് പോക്കറ്റിലിട്ടോണ്ട് വരാറുണ്ടല്ലോ. ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം കണ്ണാടിയില്. സിഹി, ഒരു മിനിറ്റ്, ആ ബെൽറ്റ് എങ്കിലും ഒന്ന് ശരിയാക്കിയിട്ട് പോടി. വേണ്ട. നിന്റെ പേര് സിഹി എന്നിടാൻ പാടില്ലായിരുന്നു, വല്ല മെർക്കുറി നിട്ടാ മതിയായിരുന്നു. സീതമ്മ, മർക്കുറി എന്ന് വെച്ചാ? ഓ, മനസ്സിലായി. ശർക്കര പോലെ എന്തെങ്കിലും ആണോ? അല്ല, ശർക്കര സ്വീറ്റാ അല്ലേ സീതമ്മ? ശർക്കരയൊക്കെ സ്വീറ്റ് ആണെന്ന് അറിയോ നിനക്ക്? സമ്മർ ഹോളിഡേസിൽ അതൊക്കെ മറന്നെന്നാ ഞാൻ വിചാരിച്ച്. സീതമ്മ, ഓർമ്മയുണ്ടായിട്ടല്ല. മുമ്പ് മുത്തശ്ശി ഭജന നടത്തിക്കൊണ്ടിരുന്നപ്പോ പ്രസാദത്തിൽ അങ്ങനെ എന്തോ ചേർത്തിരുന്നു. അപ്പോഴാ മനസ്സിലായത് ശർക്കര എന്ന് വെച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു എന്ന്. അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അത് ശരിയല്ലേ സീതമ്മ? സിഹി, ശർക്കരയല്ല മോളെ, മെർക്കുറി. അത് ഇതുപോലെയാ, എവിടെ നിക്കത്തില്ല. അതെന്താണെന്നറിയോ? സീതമ്മ, മെർക്കുറി എന്ന് വെച്ചാ എന്താ? നിനക്ക് പനി വരുമ്പോ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാറില്ലേ? ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ തെർമോമീറ്റർ വെക്കില്ലേ? അതിനകത്തൊരു സിൽവർ കളർ ലൈൻ കണ്ടിട്ടില്ലേ? അതാ മെർക്കുറി. അതെവിടെ നിൽക്കത്തില്ല, അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. എനിക്കിത്രയൊക്കെ അറിയുള്ളൂ മോളെ, ബാക്കിയൊക്കെ നീ ടീച്ചറോട് ചോദിച്ചോ. എന്തായാലും സ്കൂൾ ഓപ്പൺ ആവുമല്ലേ. ശരി സീതമ്മ, ഞാൻ ടീച്ചറിനോട് തന്നെ ചോദിച്ചോളാം. പക്ഷെ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ഇത്ര കുട്ടിത്തലയില് എത്ര ഡൗട്ടാ ഉള്ളത്? എന്താന്ന് വെച്ചാ ചോദിക്കുക. സീതമ്മ, നിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ എന്നെ ആരാ സ്കൂളിലേക്ക് കൊണ്ടാക്കുക? അത് ശരിയാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതേയില്ല. ഇവിടെ ആവുമ്പോ അച്ഛൻ കൊണ്ടുവരുന്നല്ലോ. റാമിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാ എന്താ ചെയ്യാ? അതിനൊരു വഴി കണ്ടെത്തണമല്ലോ. ശരി സീതമ്മ, നീ പതുക്കെ ആലോചിച്ചോ. എടാ, നെക്സ്റ്റ് ടൈം വരുമ്പോ അഞ്ജുനെയും വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവളിപ്പോ ഇങ്ങോട്ട് വരുന്നേ ഇല്ലല്ലോ. പ്രിയ, നീ അമ്മയും കൂടെ കൊണ്ടുവരണം കേട്ടോ. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പോ രണ്ടുപേരെയും കൊണ്ടുവരാം. അശോക്, കല്യാണം നടത്താനുള്ള കുറച്ച് വെന്യൂസ് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. വന്നൊന്ന് നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ശരി മാമ. ഞാനിപ്പോ മേമയുടെ ചാറ്റ് ഓപ്പൺ ചെയ്ത എന്റെയും ചരന്റെയും ഫോട്ടോ റാം കാണുമല്ലോ. എന്തു പറ്റി അശോക്?
നോക്കാൻ പറഞ്ഞിട്ട് നീ എന്തെങ്കിലും നിക്കുന്നേ? അപ്പോ നീ ഒന്നത് അവന്റെ കൂടെ നോക്കി ചെക്ക് ചെയ്തേ. കാണിക്കടാ. അയ്യോ, ഇതെന്ത് പറ്റി? ഫോണിൽ തന്നെ നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് എന്താ? എന്താ ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീ ഫോൺ ഓപ്പൺ ചെയ്യില്ലേ? അത്ര വലിയ സീക്രട്സ് ഒക്കെ ഉണ്ടോ നിന്റെ ഫോണില്? അയ്യോ, അങ്ങനെയുള്ള സീക്രട്സ് ഒന്നും ഉണ്ടായിട്ടല്ല. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ സീക്രട്ട് ഒക്കെ ഉണ്ടെന്ന് സമ്മതിച്ചേനെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു സീക്രട്സും ഇല്ല, അല്ലേ അശോക്? യെസ് മേമ, വല്ലാത്ത ചതിയായി പോയി. ഞാൻ ചരണ്ടോടിയിരിക്കുന്ന ഫോട്ടോ റാം കാണാൻ വേണ്ടിയിട്ടല്ലേ എനിക്കിപ്പോ ഈ ഫോട്ടോകളൊക്കെ അയച്ചത്. എടാ അതൊന്നും കുഴപ്പമില്ല, നീ വീട്ടിലെത്തിരി സമാധാനമായിട്ട് നോക്കിയാൽ മതി. ശരിടാ, ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈഡാ. ബൈ ബൈ. 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 ബൈ ബൈ ബൈ. ഉഷാറായിട്ട് പോയിട്ടോ. എന്താ അപ്പോ ഇത്? രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ വിനി ഒന്ന് ഫൈനലൈസ് ചെയ്യാന്ന് വെച്ചപ്പോ ഫോൺ പോലും ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല. അവനെന്തോ വേറെ ചിന്തകളിലാന്ന് തോന്നുന്നു മേമ. ഇറ്റ്സ് ഓക്കെ. അപ്പോ ഇസ് എവറിഥിങ് ഓൾ റൈറ്റ്? യാ മേമ, നത്തിങ് സീരിയസ്. ഭാഗ്യം, ഇത്രയെങ്കിലും പറഞ്ഞല്ലോ. എനിക്കത് മതി. നിന്റെ കല്യാണത്തിന് അവനാ എനിക്ക് വലങ്കൈയായിട്ടുള്ളത്. അവനില്ലാതെ ഒരു കാര്യം നടക്കില്ല മോനെ. കല്യാണം ദാ ഇങ്ങോട്ട് അടുത്തെത്താറായി. താങ്ക് യു സോ മച്ച് മേമ. അശോകനൊരു ചേട്ടന്റെ സ്ഥാനം കൊടുത്ത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു പുതിയ അർത്ഥം ഉണ്ടാക്കി തന്നതിന്. യു അമേസിംഗ് മേമ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും തീരുമാനങ്ങളൊക്കെ എടുക്കാനും നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇതിലിപ്പോ അമേസിംഗ് ആയിട്ട് എന്താ? അവനെ നിനക്ക് സുഹൃത്തായിട്ട് കിട്ടിയത് നീ പുണ്യം ചെയ്തതുകൊണ്ടാ. അപ്പോ അശോക് നിന്റെ ചേട്ടനാവാനും മാത്രം യോഗ്യതയുള്ളവന്. അതുകൂടാതെ അവൻ എപ്പോഴും നിന്റെ കൂടെയുള്ളത് എനിക്ക് എത്ര ധൈര്യമാണെന്നറിയോ? അശോകനോട് നിങ്ങൾക്കൊക്കെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം മേമ. ഇൻഫാക്ട് സന്തോഷം എന്താന്ന് വെച്ചാ അവനെ നിങ്ങൾ എല്ലാവരെയും വീട്ടിലെ ഒരു അംഗമായിട്ടാ കാണുന്നത്. അപ്പോ അശോക് നമ്മുടെ വീട്ടുകാരനല്ലേ? ആ, അവനെ ഞാൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്തത് നിന്റെ കല്യാണക്കാരെ ഏൽപ്പിക്കാനൊന്നും അല്ല മോനെ. കല്യാണം കഴിഞ്ഞപ്പോ ആ ദുഷ്ടൻ ഈ വഴിക്ക് വരാതായി. അതുകൊണ്ടാ ഇന്ന് വിളിച്ച് വിരുന്ന് കൊടുക്കാന്ന് വിചാരിച്ച്. എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നതാ, പിന്നെ പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമായില്ലേ. അതുകൊണ്ട് എന്തോ ഒരു വിഷമം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവന് കല്യാണം കഴിഞ്ഞൊരു കുടുംബമൊക്കെ ആയി എന്നുള്ളത്. ബട്ട് അവനും ഇവിടെ ഇടയ്ക്ക് വന്നു പോകുന്നത് ഒരു രസമല്ലേടാ, അതുകൊണ്ട് പറഞ്ഞതാ. സത്യം മേമ. ഇൻഫാക്ട് സീത ഇത് തന്നെ പറഞ്ഞത്. മേമയെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അവള്. ആണോ? അല്ല, കല്യാണമൊക്കെ ഫിക്സ് ചെയ്തില്ലേ? എന്നിട്ട് സീതയെ അറിയിച്ചോ? ഇല്ല മേമ, പറയണം. ഏയ്, ഫോൺ ചെയ്ത് പറയണ്ട, നേരിട്ട് പോയി മീറ്റ് ചെയ്തിട്ട് പറ. സന്തോഷാവും. വാവ്, താങ്ക് യു സോ മച്ച് മേമ. ഉറപ്പായി നേരിട്ട് പോയി കണ്ട് പറഞ്ഞേക്കാം. താങ്ക് യു മേമ. ബൈ ബൈ. ബൈ. ഏട്ടാ, ഇത് ഓക്കെ ആണോ കെട്ടിയോനെ? എന്താ നോക്കി പേടിപ്പിക്കുന്നത്? കൊരങ്ങേ, കൊരങ്ങിന്റെ പെണ്ണാ ഞാൻ. ഇതെന്താ ഇത്? നേരത്തെ റാമുള്ളപ്പോ കല്യാണത്തിന്റെ വെന്യൂസ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിലൊരു മെസ്സേജും കാണുന്നില്ലല്ലോ. അയ്യോ, അന്ന് അവര് എന്റെയും ചേരന്റെയും ഫോട്ടോ അയച്ചിരുന്നല്ലോ, അതും ഡിലീറ്റ് ചെയ്തല്ലോ. ഹലോ അശോക്, നീ വീട്ടിലെത്തിയോ? വീട്ടിലെത്തിയാലുടനെ മെസ്സേജ് നോക്കി കോൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ. ഒന്നും വന്നില്ല. അതിന് നിങ്ങളൊരു മെസ്സേജ് അയച്ചില്ലല്ലോ അമ്മ. കൂടാതെ
അതിനു മുമ്പ് അയച്ച ഫോട്ടോയും ഡിലീറ്റ് ചെയ്തില്ലേ? ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിൻ്റെ കാരണം അറിയാൻ പറ്റുമോ? ഏത് ഫോട്ടോ? ഒന്നുമില്ല, വിട്ടേക്ക്. മോസ്റ്റ്ലി ഞാൻ ചിലപ്പോൾ കൺഫ്യൂസ് ആയതായിരിക്കും. പറയൂ, എന്താ കാര്യം? അല്ല അശോക്, വെന്യൂ ബുക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോ വല്ലാതെ പതറിയല്ലോ. അപ്പുന്റെ മുന്നിൽ വെച്ച് ഫോൺ ഓപ്പൺ ചെയ്യാൻ നീ എന്തിനാ ഇത്ര ഹെസിറ്റേറ്റ് ആവുന്നു? അപ്പു കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും നിന്റെ ഫോണിലുണ്ടോ? മേമ, കല്യാണത്തിനുള്ള വെന്യൂസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നല്ലോ. അയക്ക്, നോക്കട്ടെ. ഗുഡ് ബൈ. നീ ആക്ച്വലി ഒരു ഗുഡ് ബോയ് ആണടാ. ഈ ഗുഡ് ബോയ്സിന് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാനാവും? ഹലോ റാം, ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് നീ ഇങ്ങോട്ട് വിളിച്ചല്ലോ. ഓ, അതുകൊണ്ടാണോ എനിക്ക് ഇക്കിട്ട് വരുന്നത്? എക്കിട്ടോ? അത് പിന്നെ നീ എപ്പോഴും എന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാ. റാം, എന്റെ കാര്യം ഒന്ന് പറ. അതൊക്കെ പറയാം. ആദ്യം നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വാ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. വീടിന്റെ അടുത്തേക്ക് വരെ വന്നിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നത് എന്തിനാ? ഇനി ആരും ഒന്നും പറയില്ല റാം. എന്തിനാ ആ പേടിയൊക്കെ? നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ? ഇവിടെ ആരും നിന്നെ തെറ്റിദ്ധരിക്കില്ല. ഇങ്ങോട്ട് പോരൂ. സീത, ഐ റിയലി കാൻ വെയിറ്റ്. ഐ ഹാവ് ടു ടെൽ യു ദിസ്. പ്ലീസ് ഒന്ന് വേഗം വാ. ശരി ശരി, ദാ വരുവാ. പക്ഷെ നിനക്ക് ഇത്രയും മടിയുണ്ടായിരുന്നോ? ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നേ. അതെന്താ, ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ നാണവും മാനവും മര്യാദയൊന്നും ഇല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണോ? ബാക്കിയുള്ള ആണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ ചെക്കനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞല്ലേ പറ്റൂ. അപ്പപ്പാ, നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ ഞാൻ എന്ത് കാര്യമാണ് പറയാൻ വന്നത് അതെല്ലാം ഞാൻ മറന്നു. എന്റെ ദൈവമേ, നിന്റെ സംസാരം കേട്ടിട്ട് അതെന്തോ ഗുഡ് ന്യൂസ് ആണെന്ന് തോന്നുന്നുണ്ട്. കഴിക്കുന്നത് നിർത്ത് പ്രിയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്ലേറ്റ് നിറയെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവിടുന്ന് ഒരു പേരിന് കഴിച്ചേ ഉള്ളൂ. എനിക്കൊരു ഭർത്താവുണ്ടല്ലോ, അവനും കഴിച്ചില്ല, എന്നെ കഴിക്കാനും വിട്ടില്ല. അവനെവിടെ? അവനെ വിളിച്ച് കഴിക്കാൻ കൊടുക്ക്. എനിക്കൊരു ചായയും കൂടെ വേണം. നിന്റെ തലയിൽ ഇപ്പോഴും ഈ തീറ്റ മാത്രമേ അഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ ഒന്നും നിന്റെ തലയിൽ കേറിയിട്ടില്ലേ? ഇപ്പൊ എന്താ, നിങ്ങൾ അഞ്ജുവിന്റെ ബോയ് ഫ്രണ്ടിനെ ഒന്ന് കണ്ടു. അവൻ എങ്ങനെയുണ്ട്? ചെക്കൻ നല്ലതാണോ? എന്റെ ഭഗവാനെ, അവള് പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ശ്രദ്ധയില്ല നിനക്ക്? അല്ലമ്മേ, അവൾ എന്ത് തെറ്റാ ചെയ്തേ? ഒരാളെ സ്നേഹിക്കുന്നതോ? ഇന്നല്ലെങ്കിൽ നാളെ അവനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അതുകൊണ്ടല്ല പ്രിയ, അവൻ എങ്ങനത്തെ ചെറുക്കനാണാവോ? ആ ശ്രദ്ധ നമുക്കും ഉണ്ടാവണ്ടേ? ഒരു കാര്യം പറയട്ടെ, എല്ലാവരും നിന്റെ ഭർത്താവിനെ പോലെ നല്ലവനാണെന്നില്ല. പ്രിയ, പ്രിയ, ബാത്റൂം ലൈറ്റ് ഓണായി കിടക്കുന്നു, റൂമിൽ ഫാൻ ഓൺ ആക്കിയിട്ടിരിക്കുന്നു. രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഓഫാക്കിയിട്ട് വന്നൂടെ? രാവിലെ തൊട്ട് വെറുതെ ഇരിപ്പല്ലേ? ഇവൾക്ക് അതിലൊന്നും ശ്രദ്ധയില്ലല്ലോ മോനെ. മോനെ കണ്ടിട്ടെങ്കിലും പഠിച്ചോളൂ ഇവള്. അല്ല, കറണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞത്. എടി, അവനോട് അഞ്ജുവിന്റെ കാര്യം പറയേ. ഒന്ന് പറയാൻ. അമ്മേ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മടിയും കാണിക്കണ്ട, എന്താണെങ്കിലും പറയ്. അതല്ല മോനെ, സീതാരാമ കല്യാണം നടക്കാൻ പോവാ. പിന്നെ നമ്മുടെ അഞ്ജലിയുടെ കല്യാണത്തെ പറ്റി ആലോചിക്കണം. അപ്പൊ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ കാണിക്കണമെന്ന് പറയുമായിരുന്നു. എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടമ്മേ. വെറും തീറ്റയും കാറിന്റെ ഡോർ അടയ്ക്കുന്നതും കറണ്ട് വെറുതെ വേസ്റ്റ് ആക്കുന്നതും അല്ല എന്റെ ജോലി. അഞ്ജു എന്റെ നാത്തൂന, അതിനു മുമ്പേ അവൾ എന്റെ ഫ്രണ്ടും. അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല. എനിക്കറിയാം ഇതിൽ എന്താ ചെയ്യേണ്ടെന്ന്. ഏയ് പ്രിയ, ചായ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. പ്രിയ, മാറങ്ങോട്ട്. അമ്മേ, ഇതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. എന്റെ കൈ കൊണ്ട് ചായ ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. അതല്ല മോനെ, മോൻ ടീ. അമ്മേ, മാഡം ഇപ്പൊ ചൂടായതിന്റെ കാര്യം ഞാനാ. നല്ല ചൂടുള്ളൊരു ചായ കുടിച്ചാൽ കൂളായിക്കോളും. ഞാൻ തന്നെ ഉണ്ടായിക്കോളും. സീത, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫില് നല്ലത് മാത്രമേ സംഭവിക്കൂ. റാം, കമ്മിയ സീതമ്മ
ഇതെന്താ ഇങ്ങനെ? ഇവർക്ക് വോയിസ് ഉണ്ടായിട്ടും മയമ ചെയ്യുന്നത് എന്തിനാ? ഓ, കല്യാണക്കാര് സംസാരിച്ചോണ്ടിരിക്കുക. ഓ, കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തേ. വാവ്. ഓ, ഇവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ. എനിക്കും ഇപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. സിഗിമോളെ വേഗം ഇങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കെല്ലാം അറിയാം ഫ്രണ്ട്. സീതമ്മേന്റെ എന്റെ ഫ്രണ്ടിന്റെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഹൃദയവാതിലോരമായി നീ നിന്നു, പ്രണയ വീണയാർദ്രമായി